ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് മെട്രോ വികസനം സംബന്ധിച്ച നിർണായക തീരുമാനമെടുത്തത്. നിലവിൽ 64 മെട്രോ സ്റ്റേഷനുകളാണ് നഗരത്തിലെ റെഡ്, ഗ്രീൻ ലൈനുകളിലായുള്ളത്. ഇത് 2030 96 വർദ്ധിപ്പിക്കും. 32 സ്റ്റേഷനുകളാണ് പുതിയതായി നിർമ്മിക്കുക. 84 കിലോമീറ്ററിൽ നിന്നും 2040 226 കിലോമീറ്ററായി മെട്രോ റെയിൽ ദൈർഘ്യം വർദ്ധിപ്പിക്കും. മാത്രമല്ല, മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം 140 ചെയ്യും. പൊതുഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മെട്രോ സ്റ്റേഷനുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ വികസനത്തിനും വിപുലമായ പദ്ധതിയുണ്ടാകും. നടപ്പാതകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക, തണൽ പ്രദേശങ്ങൾ വർദ്ധിപ്പിക്കുക, മെട്രോ സ്റ്റേഷനുകൾക്ക് ചുറ്റുമുള്ള താമസ, വാണിജ്യ, സേവന കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതി. 20 മിനിറ്റ് നഗരം എന്ന എമിറേറ്റിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് മെട്രോ സ്റ്റേഷനുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കുക. ദുബായ് മെട്രോയിൽ ബ്ലൂ ലൈൻ ഉൾപ്പെടെയുള്ള വിപുലീകരണത്തിന് കഴിഞ്ഞ നവംബറിൽ അംഗീകാരം നൽകിയിരുന്നു. 1800 കോടി ദിർഹം ചെലവിൽ 30 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ റെയിൽപാത നിർമ്മിക്കുന്നത്. മിർദിഫ് ഇന്റർനാഷണൽ സിറ്റി, ദുബായ് ക്രീക്ക്, അൽവർക്ക, ഫെസ്റ്റിവൽ സിറ്റി, അക്കാദമിക് സിറ്റി, സിലിക്കൺ ഒയാസിസ് എന്നിവിടങ്ങളിലൂടെയാണ് ബ്ലൂ ലൈൻ കടന്നു പോകുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.